ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ പീസ് ഓഫ് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. അതിന് മുന്നേ ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാനൊരു നഴ്സിംഗ് ഓഫീസറാണ് ആൻഡ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഓങ്കോളജി വാർഡിലാണ്. ഓങ്കോളജി വാർഡെന്ന് വെച്ചാൽ ക്യാൻസർ വാർഡാണ്. നമ്മൾ ഡെയിലി നിറയെ ക്യാൻസർ പേഷ്യൻസിനെ കാണുന്നുണ്ട്. അതായത് ഡെയിലി ബേസിൽ കീമോതെറാപ്പി ഇടാൻ വേണ്ടി വരുന്ന നിറയെ പേഷ്യൻസിനെ നമ്മൾ കാണാറുണ്ട്. നമുക്കറിയാം, ഈ പണ്ടൊക്കെ ക്യാൻസർ എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു അസുഖമായിരുന്നു. പക്ഷേ ഇന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 10-1 അല്ലെങ്കിൽ 100-1 എന്നുള്ള രീതിയിൽ നിറയെ ക്യാൻസർ പേഷ്യൻസിനെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് തന്നെ പറയാം, അതായത് നമ്മൾ ഒരിക്കലും ക്യാൻസർ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു അസുഖമല്ല. പക്ഷേങ്കിലും നമ്മുടെ ചില ജീവിത രീതികൾ ഈ ക്യാൻസർ ഉണ്ടാവുന്നതിന് കാരണമായേക്കാം. നമ്മുടെ ചില ദുശ്ശീലങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പുകവലി എന്ന് പറയുന്നത്, സിഗരറ്റ് സ്മോക്കിംഗ്. പുകവലി കാരണം ഒരുപാട് ക്യാൻസറുകൾ ഉണ്ടാവാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. ഞാൻ ഈയിടെയായിട്ടൊരു പേഷ്യൻറ്റിനെ കണ്ടിരുന്നു. പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് CA ലങ്സ് ആണ്, ശ്വാസകോശത്തിനാണ് അവർക്ക് ക്യാൻസർ ഉള്ളത്. നമ്മൾ ജസ്റ്റ് ഹിസ്റ്ററി കളക്ട് ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞു, അവരുടെ കൂടെ ഉണ്ടായിരുന്നത് വൈഫാണ്. അവർ പറഞ്ഞു പേഷ്യൻ്റ് ഒരു ക്രോണിക്, അതായത് ചെയിൻ സ്മോക്കർ ആയിരുന്നു. പണ്ട് 1 പാക്ക് 1.5 പാക്കൊക്കെ ദിവസം വലിക്കുന്ന കൂട്ടത്തിലായിരുന്നു ആള്. പണ്ടൊക്കെ ഈ ബീഡിയൊക്കെ ഉണ്ടാവില്ലേ, പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു സാധാരണ ബീഡി എന്ന് പറയുന്നത്, ആ ബീഡിയിൽ തുടങ്ങി പിന്നെ ഇങ്ങനെ മാറി സിഗരറ്റ്, ഇപ്പോഴത്തെ ആ പുതിയ ടൈപ്പ് സിഗരറ്റിലൊക്കെ എത്തി. അങ്ങനെ സിഗരറ്റ് സ്ഥിരമായിട്ട് വലിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ആളെന്ന് വെച്ചാൽ അവരുടെ ഒരു ഫാമിലിയുടെ കാര്യം പറയാനാണെങ്കിൽ, ഈ അച്ഛനുണ്ട്, അതായത് ഈ പേഷ്യൻ്റ്, അവരുടെ വൈഫ്, അതേപോലെ 2 മക്കളാണുള്ളത്. അപ്പം എന്താ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു പേഷ്യൻറ്റിന് മാത്രമല്ല, അവർക്ക് ചുറ്റുമുള്ള ആളുകളെയും കൂടി ഇത് എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ ആളെ ആശ്രയിച്ച് ജീവിക്കുന്ന പല പേരും ഉണ്ടാവും, അവരൊക്കെ ഇത് എഫക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ജസ്റ്റ് ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ആയുസ്സിനെ തീരുമാനിക്കപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഇത്തരം വേണ്ടാത്ത ശീലങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് ഞാനൊന്ന് ഒഴിവാക്കിയാൽ, അല്ലെങ്കിൽ ഈ ഒരു ശീലം ഞാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ, എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉള്ള കാലം ജീവിക്കാം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. എന്നിട്ട് ഇത്തരം ദുശ്ശീലങ്ങളോട് ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുന്നു. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരെന്ന് ഈ സിഗരറ്റിന്റെ മേലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിനോട്